ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ നല്ലൊരു പ്രീമിയം ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഇന്റർഫേസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഇതിന്റെ ഒരു വിഷ്വൽ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഒരു മിനി തിയേറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ടറാണ്. സെബ്രോണിക്സ് ബ്രാൻഡിന്റെ സെബ് പിക്സാപ്ലേ 30 എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ടറാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ സൈറ്റിൽ കണ്ട ഒരു പ്രോഡക്റ്റ് ആണിത്. അതുപോലെ ഇത് ആരും അൺബോക്സ് ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല. മാത്രമല്ല വിലയാണെങ്കിൽ നമ്മുടെ പോക്കറ്റിനിണങ്ങിയ ഒരു വിലക്ക് കിട്ടിയത് കാരണമാണ് ഞാൻ ഇതിന്റെ റിവ്യൂ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണാം. എല്ലാരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റ് ആയിട്ട് എഴുതിയേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക. അതേപോലെ നമ്മുടെ ഷോപ്പിംഗ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമന്റിലും പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് ഓഫറിൽ പ്രോഡക്റ്റ് വാങ്ങാൻ ആ ഗ്രൂപ്പ് വഴി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അധികം ഒന്നും പറഞ്ഞില്ല, ആഘോഷിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊജക്ടറിന്റെ ബോക്സ് വന്നേക്കുന്നത്. നല്ല ഭംഗിയിലുള്ള ഒരു ബോക്സ് ആണ്. നമുക്ക് തന്നെ അൺബോക്സ് ചെയ്ത് നോക്കാം. പാഴ്സൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് നമുക്കൊരു യൂസർ മാനുവലിന്റെ ഒരു QR കോഡാണ്. നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു റിമോട്ട് വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള നമുക്ക് ഇതിന്റെ ലെൻസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊരു ക്ലീനിങ് കിറ്റ് ആണ് വന്നിട്ടുള്ളത്. ഒരു ചെറിയ ക്ലീനിങ് കിറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് പവർ കൊടുക്കാനുള്ള ഒരു AC കേബിൾ വന്നിട്ടുണ്ട്. ഏകദേശം 1 മീറ്ററിലധികം നീളം AC കോഡിന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ളത് ഒരു HDMI കേബിൾ ആണ്. കേബിളിനും അത്യാവശ്യം നീളം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 1 മീറ്ററിലധികം നീളം HDMI കേബിളിനും കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ പ്രൊജക്ടർ വന്നിട്ടുള്ളത്. പ്രൊജക്ടർ നല്ലൊരു പാക്കിങ്ങിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മുടെ പ്രൊജക്ടർ വന്നിട്ടുള്ളത്. ഈ രീതിയിലാണ് അതിന്റെ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് ടേബിളിലൊക്കെ വെക്കാവുന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഡിസൈൻ നോക്കുവാണെങ്കിൽ വളരെയധികം കോമ്പാക്റ്റ് ആയ ഒരു ലുക്കാണ് ഇതിനുള്ളത്. ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ നല്ലൊരു പ്രീമിയം ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റാൻഡ് നമുക്ക് ഇതുപോലെ ഉയർത്തുവാനും താഴ്ത്തുവാനും സാധിക്കും. അതുപോലെ തന്നെ ഒരു 90 ഡിഗ്രി ടിൽറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു പവർ സ്വിച്ച്, ഒരു HDMI പോർട്ട്, അതേപോലെ ഒരു സൗണ്ട് ഔട്ട്പുട്ട് എടുക്കാനുള്ള പോർട്ട് ഉണ്ട്, USB പോർട്ട് ഉണ്ട്, അതേപോലെ ഒരു AC ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതാണ് റിമോട്ടിന്റെ സെൻസർ കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് മാനുവലായിട്ട് സൂം ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള ഒരു സംവിധാനമുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ സ്പീക്കർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. 2 സ്പീക്കറുകളാണ് ഇതിലുള്ളത്. പക്ഷേ ഈ സ്പീക്കറിലൊന്നും നമുക്ക് ഫിലിം കണ്ടാൽ അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കിട്ടൂല. നമുക്ക് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറോ അല്ലെങ്കിൽ അതുപോലുള്ള ഹോം തിയേറ്ററിലേക്കോ ഇത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാവുന്നതാണ്. 1080 ഫുൾ HD സപ്പോർട്ടഡ് ആണ് ഇത്. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം 100 ഇഞ്ച് വരെ വലിപ്പത്തിൽ സ്ക്രീൻ കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് സ്മാർട്ട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്മാർട്ട് പ്രൊജക്ടർ ആയതുകൊണ്ട് തന്നെ ബിൽഡിൻ ആയി വൈഫൈ, ബ്ലൂടൂത്ത് എന്നിവയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷനുകളായ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ ആപ്പുകൾ നേരിട്ട് ഇതിൽ വർക്ക് ചെയ്യും. അതേപോലെ ഇപ്പോഴത്തെ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ പോലുള്ള ആപ്ലിക്കേഷനുകളിൽ നമുക്ക് ആസ്വദിക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. ഇതിൽ വിലയായിട്ടൊക്കെ വന്നിട്ടുള്ള വലിയ വിലയാണ്. ഇപ്പോൾ ഓൺലൈനിൽ 4500 രൂപയ്ക്ക് നമുക്ക് ഇത് വാങ്ങുവാൻ സാധിക്കുന്നതാണ്. വാങ്ങുന്നവര് റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം വാങ്ങുക. ഇതിലെ ലൂമിനൻസ് വരുന്നത് 2800 ലൂമിനൻസ് ആണ് ഇതിൽ കമ്പനി പറയുന്നത്. അത്യാവശ്യം ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്രൊജക്ടറായിട്ടാണ് റിവ്യൂ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. 2GB റാമും 8GB റോമുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് മിററിംഗ് ചെയ്തും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് വാളിലൊക്കെ നേരെ ഈ രീതിയിൽ ഇത് ഹാങ് ചെയ്ത് ഇടാനുള്ള സംവിധാനമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റബ്ബർ ഗ്രിപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ടേബിൾ പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഗ്രിപ്പ് ആകാനുള്ള സാധ്യതയൊന്നുമില്ല. ഇത് നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. എങ്കിൽ നമുക്ക് ഇത് ഓണാക്കി നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിന്റെ AC കോഡ് ഈ പിന്നിൽ കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് ഓണാക്കാം. ഓണാക്കിയപ്പോൾ തന്നെ ഇതിന്റെ ഒരു പവർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ പവർ സ്വിച്ച് ഈ സൈഡിലാണ് വരുന്നത്. നമുക്ക് ഓണാക്കാം. ഓണാക്കിയപ്പോൾ തന്നെ സെബ്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിങ് കാണുന്നുണ്ട്. ഇതിലെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല ക്ലിയർ ആയി. പിന്നെ നമുക്ക് ഇതിന്റെ റിമോട്ട് ഫംഗ്ഷൻ ഒക്കെ നോക്കാം.
ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ സ്ക്രീൻ അഡ്ജസ്റ്റ് ആയതാണ് നിങ്ങൾ കാണുന്നത്. ഇതിന്റെ ഇന്റർഫേസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് കാണാം യൂട്യൂബ്, ആപ്പ് സ്റ്റോർ ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, അതേപോലെ ഇ ഷെയർ എന്ന് പറഞ്ഞ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ വേണ്ടുന്ന ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആദ്യം ഒന്ന് നെറ്റ് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് സെറ്റിംഗ്സിലേക്ക് പോവാം. സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കാണുന്നത് നെറ്റ്വർക്ക് ആണ്. നെറ്റ്വർക്കിലാണ് നമ്മൾ ഇതിന്റെ നെറ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അതായത് വൈഫൈ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ വൈഫൈ ഇവിടെ കാണിക്കുന്നുണ്ട്, നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മുടെ വൈഫൈ ആയിട്ട് കണക്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രൊജക്റ്റിൽ ഇരിക്കുന്ന ഭാഗത്ത് ഒരു 30 സെന്റിമീറ്റർ സറൗണ്ടിങ്ങിൽ ഒരു ഒബ്ജക്റ്റും വരരുത് എന്നുള്ളതാണ്. അത്രയ്ക്ക് ഒരു സ്പേസ് ഇതിന് കൊടുക്കണം പ്രൊജക്ടറിന്. അതിന്റെ ഒരു കൂളിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിലെ ഓരോ ഫംഗ്ഷൻസ് പരിചയപ്പെടാം. ഇത് ബ്ലൂടൂത്ത് ആണ്. നമുക്ക് പാർട്ടി സ്പീക്കർ, അതേപോലെ ഹോം തിയേറ്റർ കാര്യങ്ങളെല്ലാം ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇൻപുട്ട് സോഴ്സ് ആണ് ഇത്. USB കൊടുക്കാം, ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഗൂഗിൾ അക്കൗണ്ട് നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യാം. ഗൂഗിളിലുള്ള എല്ലാം ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാലാണ് ഇതിന്റെ പ്രൊജക്ടർ സെറ്റിംഗ്സ് ഒക്കെ വരുന്നത്. ഇത് നമുക്ക് പ്രൊജക്ഷൻ മോഡാണ് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമ്മൾ വാളിലാണെങ്കിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പില്, സീലിംഗ് ഫ്രണ്ടില് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. സീലിംഗ് ഇതിലാണ് എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിൽ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത്. അതിനുശേഷം ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ അപ്പർ ലോവർ സെറ്റിംഗ്സ് കറക്റ്റ് ആക്കുന്ന ഒരു സെറ്റിംഗ്സ് ആണ്. ഇതെപ്പോഴും ഓൺ ആക്കി ഇടുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ എഡ്ജുകളൊക്കെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനും ക്ലിയർ ആക്കാനും സാധിക്കും. ഇത് ചെക്ക് ചെയ്യാനൊക്കെയാണ്. ഇപ്പൊ 0 കാണുന്നതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ. അതിനുശേഷം നമുക്കിത് നമ്മുടെ സ്ക്രീനിന്റെ വലിപ്പം കൂട്ടാനുള്ളതാണ്. ഈ രീതിയിൽ നമുക്ക് മാനുവലായിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ബാക്കി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ നോർമൽ സെറ്റിംഗ്സുകളാണ്. ലാംഗ്വേജ്, ടൈം, അപ്ഗ്രേഡ് ചെയ്യാൻ, അതേപോലെ റീസെറ്റ്. പിന്നെ നമുക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ എബൌട്ട് സെക്ഷനും ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വീഡിയോ ഇൻപുട്ട് കൊടുത്തു നോക്കാം. ആദ്യം തന്നെ സ്ക്രീൻ ഷെയർ ചെയ്ത് നോക്കാം. മൊബൈലിൽ നിന്ന് സ്ക്രീൻ കാസ്റ്റ് അല്ലെങ്കിൽ സ്ക്രീൻ മിററിംഗ് എന്ന ഒരു സെറ്റിംഗ്സ് നമുക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഓൺ ആക്കാവുന്നതാണ്. ഓൺ ആക്കി കഴിഞ്ഞാൽ സ്ക്രീൻ മിററിംഗ് അല്ലെങ്കിൽ സ്ക്രീൻ കാസ്റ്റ് കാണിക്കുന്നിടത്ത് സെബ്രോണിക്സ് എന്നുള്ള ഈ ഡിവൈസിന്റെ നെയിം അതിൽ വന്നതായി കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മുടെ സ്ക്രീൻ ഇതിന്റെ ഡിസ്പ്ലേ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ സ്ക്രീൻ കാസ്റ്റ് വഴിയുള്ള ഒരു വീഡിയോ കണ്ടു. അതിന്റെ ചെറിയ ലാഗും വീഡിയോ ക്വാളിറ്റിന്റെ ഒരു കുറവൊക്കെ ഉണ്ട്. നമുക്ക് ഇനി നേരിട്ട് HDMI കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ലാപ്ടോപ്പ് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യും. ഇനി ലാപ്ടോപ്പിലേക്ക് ഞാൻ കണക്ട് ചെയ്യാൻ പോവാണ്. ലാപ്ടോപ്പിൽ നമ്മൾ കണക്ട് ചെയ്തു. ഇതിന്റെ റിമോട്ടിൽ സെലക്ട് ചെയ്യാം. HDMI ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഇതിലൊരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. HDMI കേബിൾ വഴി കണക്ട് ചെയ്യുമ്പോൾ ഒരു ആവറേജ് നല്ല രീതിയിലുള്ള ഒരു വിഷ്വൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. യൂട്യൂബിൽ കിട്ടിയ ആ ഒരു ക്വാളിറ്റിയിലുള്ള ഒരു വീഡിയോ ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഇതിൽ കാണുന്നുണ്ട്. നമുക്ക് ഇനി ജസ്റ്റ് ഇതിന്റെ ഇംബിൾഡ് ആയിട്ടുള്ള ആപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതുപോലെ പെൻ ഡ്രൈവിൽ ഞാനൊരു ഫിലിം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് അതിന്റെ ഇൻട്രോ ഭാഗമൊക്കെ ഒന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് അതിനായിട്ട് ഒരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഈ ഭാഗത്തേക്ക് നല്ല ചൂടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പറയുന്നത് ഒരു 30 സെന്റിമീറ്റർ എങ്കിലും ഗ്യാപ്പിൽ വേറെ ഒബ്ജക്റ്റ് ഒന്നും വരരുത്. USB ഡ്രൈവ് ഇൻസ്റ്റേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഫോക്കസ് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൽ മാനുവലായിട്ട്. അപ്പൊ നമുക്ക് കാണാം നല്ലൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഓപ്പൺ കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ജിയോന്റെ ഹോട്ട്സ്റ്റാർ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇതിന്റെ ഒരു ട്രെയിലർ കണ്ടു നോക്കാം. വൈഫൈ സ്പീഡ് കുറവായതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ക്ലാരിറ്റി ഒക്കെ നല്ലപോലെ ഉണ്ട്. കൊടുത്ത പണത്തിനുള്ള ഒരു മുതൽ എന്തായാലും ഉണ്ട്. അതിനുള്ള ഒരു ക്ലാരിറ്റി കാര്യങ്ങൾക്കൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രൈറ്റ്നെസ്സിനുള്ള ഒരു ചെറിയ കുറവാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന LED ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 മണിക്കൂറാണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന LED-യുടെ റണ്ണിങ് ടൈം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലെ എല്ലാ ഫീച്ചറും ഏകദേശം നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ എങ്ങനെ നമ്മുടെ പ്രൊജക്ടർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എൻ്റെ ഒരു അഭിപ്രായം പറയാം. അതിനു മുമ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമന്റ് ആയിട്ട് എഴുതണം. ഈ പ്രൊജക്ടിനെ കുറിച്ചുള്ള മുടക്കിയ പണത്തിനുള്ള ഒരു ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ഇതിന് തരുന്നുണ്ട്. 4500 രൂപയ്ക്ക് ഇത് വെർത്തായ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അത്യാവശ്യം ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് നല്ലൊരു ക്ലാരിറ്റി തന്നെ കിട്ടുന്നുണ്ട്. ചെറിയ വീട്ടിലേക്കുള്ള ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സൗണ്ട് നമുക്ക് ഇതിൽ വലിയൊരു ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. സൗണ്ട് ഉണ്ട്, അത്യാവശ്യം കേൾക്കാം എന്ന്
എന്ന് മാത്രം. നമുക്ക് ഇതിൽ ബ്ലൂടൂത്ത് സ്പീക്കറോ അല്ലെങ്കിൽ ഹോം തിയേറ്ററോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിന്റെ സൗണ്ട് ക്വാളിറ്റി കൂടെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അതേപോലെ ഇതിന്റെ ലുമിനൻസ് കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ ബ്രൈറ്റ്നസ് നമുക്ക് കൂടും. ഇത് 2800 ലുമിനൻസിന്റെയാണ്. ഇത് പിക്സാപ്ലേ 30 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇതിന്റെ മോഡലുകൾ മാറുന്നതിനനുസരിച്ചും ഇതിന്റെ ലുമിനൻസിൽ കൂടുതൽ വരുന്നതിനനുസരിച്ചും ഇതിന്റെ വിലയിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ ആ വില കൂടിയത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ലുമിനൻസിന്റെ പ്രശ്നവും ബ്രൈറ്റ്നസിന്റെ പ്രശ്നവും കുറയും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുന്ന റൂം ഇച്ചിരി ഡാർക്ക് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇച്ചിരി ലൈറ്റ് ഉള്ളിടത്ത് ആ ബ്രൈറ്റ്നസ് കാര്യമായിട്ട് തന്നെ ഒരു കുറവായിട്ട് കാണുന്നുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ടറാണ് ഇത്. ഇതിനും 1000, 1500, 2000 രൂപയോളം വില വരുന്നുണ്ട്. ഇത് ഇപ്പോഴും വിൽക്കുന്നുണ്ട്, ഇപ്പോഴും ആൾക്കാരെടുത്ത് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ സത്യം. ഇതൊന്നും വാങ്ങിയിട്ട് ആരും പെടാണ്ടിരിക്കുക. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഹോം തിയേറ്റർ ഒക്കെ സെറ്റ് ചെയ്യാനാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റ് ആയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതി വെക്കണം. ഷോപ്പിംഗ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലും കമന്റിൽ പിൻ ചെയ്തേക്കാം. ഇതുപോലുള്ള അടിപൊളി വീഡിയോകളായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അടുത്ത ദിവസങ്ങളിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.